ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ പഴയ കുറച്ച് ഫ്രീ ഫയർ യൂട്യൂബേഴ്സിൻ്റെ കാര്യമൊക്കെ അക്കൗണ്ടാണ് ഇപ്പം ഈ ഒരു 2025 കാര്യമൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ യൂട്യൂബേഴ്സിൻ്റെ കാര്യമൊക്കെ, അതായത് കുറേ യൂട്യൂബേഴ്സിൻ്റെ കാര്യമൊക്കെ ഇപ്പം നിർത്തി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അത്ര ഓൾഡ് ആയിട്ടുള്ള റിച്ചസ്റ്റ് ഐഡീസും കാര്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാര്യമൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ യൂട്യൂബർ കാര്യമൊക്കെ ആരാന്ന് നോക്കുകയാണെങ്കിൽ ഒരു കിടിലായിട്ട് സോളോ സ്കോഡ് കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിൽ തന്നെ ഒരു മികച്ചൊരു പ്ലെയർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ ഐഡിയും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ 24 13 75 90 63 അതാണ് ഐഡി കാര്യമൊക്കെ വരുന്നത്. നോക്കുവാണെങ്കിൽ നമ്മുടെ അൻകുഷിഫും കാര്യമൊക്കെയാണ് ഇപ്പം പുള്ളി അക്കൗണ്ട് നോക്കുവാണെങ്കിൽ 2 മണിക്കൂർ മുമ്പ് ആക്റ്റീവ്, നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് കാര്യമൊക്കെയാണ് നോക്കുവാണെങ്കിൽ. അപ്പോൾ CS റാങ്ക് കാര്യമൊക്കെ എലൈറ്റ് മാസ്റ്റർ 200 സ്റ്റാർ കാര്യമൊക്കെയാണ്. അതുപോലെ തന്നെ BR നോക്കുവാണെങ്കിൽ 8155 പോയിൻറ്റ് കാര്യമൊക്കെ അടിച്ചിട്ടുണ്ട്. ലൈക്കും ലെവലും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കൂടുതലാണ്. ലെവൽ നോക്കുവാണെങ്കിൽ 93 ലെവലും കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹീറോയ്ക്കും കാര്യമൊക്കെ 23 ആണ്. ഹീറോയ്ക്കല്ല മാസ്റ്റർ എംബ്ലം കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടി നോക്കി കാണാൻ പറ്റും 4 ഇയേഴ്സ് ഓൾഡായിട്ടുള്ള എംബ്ലം കാര്യമൊക്കെ ഉണ്ട്. അപ്പം പണ്ട് തൊട്ടേ കാണുന്നവർക്കറിയാം പുള്ളി ഡെയിലി സോളോ സ്കോഡ് വീഡിയോ എനിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്ക് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അൻകുഷും ആൽഫയും തമ്മിൽ. അപ്പോൾ അത് പല കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ ഗിൽഡ് നോക്കുവാണെങ്കിൽ NG സ്പോർട്സാണ്, നമ്മുടെ നോൺ സ്റ്റോപ്പ് ഗെയിമിൻ്റെ സ്പോർട്സ് ഗിൽഡിന് കാര്യമൊക്കെയാണ് അൻകുഷ് ഇപ്പോൾ കറൻ്റിൽ കിടക്കുന്നത്. ഇനി നേരെ നമ്മുടെ അടുത്ത പ്ലെയറിൻ്റെ പ്രൊഫൈലും കാര്യമൊക്കെ വിസിറ്റ് ചെയ്യാം ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമത്തെ പ്ലെയറിൻ്റെ ഐഡിയും കാര്യമൊക്കെ വരുന്നത് 47 28 25 54 അപ്പോൾ ഇത് നല്ല രീതിക്ക് ഓൾഡായിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ ഐഡിയും കൂടിയാണ്. അപ്പോൾ അതാരാണ് നമുക്ക് നോക്കാം. ഗെയ്സ് അക്കൗണ്ടിൻ്റെ പേര് കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ രാഗേഷ് 007 അപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാണ്. അപ്പോൾ അക്കൗണ്ട് കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ 122K ലൈക്കും കാര്യമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 82 ലെവലുണ്ട്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ CS കാര്യമൊക്കെ മാസ്റ്റർ 156 സ്റ്റാറാണ്. ഇട്ടേക്കുന്ന ബണ്ടിലെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം പുതിയൊരു ബണ്ടിലെ കാര്യമൊക്കെയാണ്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ കോബ്ര ആനിമേഷനും കാര്യമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി അടുത്ത പ്ലെയർ ആരാന്ന് നോക്കാം ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ മൂന്നാമത്തെ പ്ലെയറിൻ്റെ കാര്യം ഐഡി നോക്കുവാണെങ്കിൽ 120 222 50 അപ്പോൾ ഈ ഒരു ഐഡി കാര്യമൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആരാന്ന് മനസ്സിലായി കാണും. നോക്കുവാണെങ്കിൽ ഹാക്കർ എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് കാര്യമൊക്കെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഗെയ്സ്. അപ്പോൾ ഇത് മറ്റാരുടെ ഐഡി അല്ല, നമ്മുടെ റീസെൻ്റ് ഐഡി തന്നെയാണ്. ലൈക്കും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഡ്രസ്സും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു എന്താ പറയുക, മറ്റേ ആ ഒരു സംഭവം, ആ ഒരു ഏഞ്ചലിക് പാൻറ്റിൻ്റെ പോലത്തെ ആ ഒരു ബ്ലൂ ഒരു ഷർട്ട് കാര്യമൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ സത്യം പറഞ്ഞാൽ വരാത്തത്. നോക്കുവാണെങ്കിൽ 76 ലെവലും കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ BR റാങ്ക് കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ സിൽവറാണ്. 2 തവണ ഹീറോയ്ക്കും കാര്യമൊക്കെ അടിക്കും. പിന്നെ 7 ഇയർ ഓൾഡിൻ്റെ ആ ഒരു എംബ്ലം കാര്യമൊക്കെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ബയോ പോലെ കൊടുത്തേക്കുന്നത് 1 and only പീസ് എന്ന് പറഞ്ഞ കാര്യമൊക്കെയാണ്. അപ്പം എന്തിനാണ് റൈസ്റ്റർ ഹാക്കർ എന്നുള്ള പേര് ഇട്ടതെന്ന് കാര്യമൊക്കെ അറിയത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇട്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗീസ്. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്ത പ്ലെയറിൻ്റെ ഐഡി കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ 19 72 18 153 അപ്പോൾ ആ ഒരു പ്ലെയർ കാര്യമൊക്കെ ആരെയും നമുക്ക് നോക്കാം ഗീസ്. അപ്പോൾ ഇതാണ് ഐഡി പ്രൊഫൈലും കാര്യമൊക്കെ വരുന്നത് ഗീസ്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ പേര് കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ആരെന്ന് മനസ്സിലേക്കാണ്, കാരണം അക്കൗണ്ട് അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള അക്കൗണ്ടും പ്ലെയർ കാര്യമൊക്കെയാണ്. അപ്പോൾ അക്കൗണ്ട് ലെവലും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ 83 വരുന്നത്. അതുപോലെ തന്നെ ലൈക്കും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ 110K കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് 1 ലക്ഷത്തിനടുത്ത് മുകളിൽ ലൈക്കും കാര്യമൊക്കെ ഉണ്ട്. ബണ്ടിലെ കാര്യം ഇട്ടേക്കൊന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എലൈറ്റിൻ്റെ ഹെഡും അതുപോലെ സെക്കൻഡ് എലൈറ്റിൻ്റെ ഷൂ, ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ജാക്സ് പാൻറ്റും കാര്യമൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു അറൈവൽ ആനിമേഷൻ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഇടയ്ക്ക് വന്ന ഒരു ആനിമേഷൻ ഗെയ്സ്. അപ്പോൾ അക്കൗണ്ട് കാര്യം നോക്കുവാണെങ്കിൽ 30 ഡേയ്സ് മുകളിലാണ് ആക്റ്റീവായിട്ട്, കാരണം ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് കാര്യം ആക്റ്റീവ് ഇല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് കാര്യമൊക്കെയാണ്. അപ്പോൾ അക്കൗണ്ടിൻ്റെ നമ്മുടെ എലൈറ്റ് പാസ് കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എലൈറ്റ് തൊട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. അത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എലൈറ്റ് പാസ് എടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും 5-5-5 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതും കാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന പ്ലെയറാണ്. പിന്നെ എന്തൊക്കെയോ പറ്റി പുള്ളി ഇപ്പം യൂട്യൂബിലും ഫ്രീ ഫയറിലും ഇൻസ്റ്റയിലും ഒന്നും ആക്റ്റീവ് അല്ല സത്യം പറഞ്ഞാൽ. എന്ത് കാരണമെന്നൊന്നും നമുക്കറിയില്ല ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാര്യമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 200 സബും കാര്യമൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.